വീണ്ടും ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. ഫെഡറൽ ബാങ്കിൻ്റെ ATM-ലും അതേപോലെ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ CDM-ലും ഈ രണ്ട് മെഷീനുകളിലൂടെയും നമുക്ക് ഏതെല്ലാം രീതിയിൽ ക്യാഷ് എടുക്കാൻ സാധിക്കുമോ അതെല്ലാം തന്നെ ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഫെഡറൽ ബാങ്ക് ATM-ൻ്റെ ക്യാഷ് വിഡ്രോവലുകളെ കുറിച്ചുള്ള സെപ്പറേറ്റ് വീഡിയോകൾ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോകളിലെല്ലാം കാണിച്ച ക്യാഷ് വിഡ്രോവലുകളെ ഈ വീഡിയോയിൽ വളരെ ചുരുക്കി നമ്മൾ നോക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോയാണിത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ വീഡിയോയ്ക്ക് താഴെയുള്ള ആ ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഫെഡറൽ ബാങ്കിൻ്റെ ATM-ലും CDM-ലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാഷ് ഡെപ്പോസിറ്റ്, ക്യാഷ് വിഡ്രോവൽ, പിൻ ക്രിയേഷൻ പോലുള്ള വീഡിയോകൾ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കൊടുത്തേക്കാം. അതേപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിലും കൊടുത്തേക്കാം. അപ്പോൾ ഇവയിൽ പ്രസ് ചെയ്തുകൊണ്ട് യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിലും ഓക്കെ, വിഡ്രോവലുകളെ കുറിച്ച് അറിയുന്നതിനായിട്ട് നമുക്ക് നേരെ ഫെഡറൽ ബാങ്കിൻ്റെ ATM-ലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ രണ്ട് തരം മെഷീനുകളാണ് കാണിക്കാൻ പോകുന്നത്. ഒന്ന് ATM ആണ്, ഒന്ന് CDM-ഉം ആണ്. ഇപ്പം നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് CDM ആണ്. CDM എന്ന് പറഞ്ഞാൽ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റും ചെയ്യാം, അതേപോലെ അക്കൗണ്ടിലെ ക്യാഷ് വിഡ്രോ ചെയ്യുക അഥവാ പിൻവലിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ രണ്ട് മെഷീനുകളിലും വരുന്ന ഓപ്ഷനുകളൊക്കെ ഒന്ന് തന്നെയാണ്, നമ്മൾ ഒരേപോലെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ മെഷീനിൻ്റെ ഭാഗങ്ങളിൽ ചില മാറ്റങ്ങളുണ്ട്. അപ്പം ഞാനത് ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പം ഞാൻ ആദ്യത്തെ വിഡ്രോവലിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് കാണിക്കാം. അതിനുശേഷം കാണിക്കുന്ന വിഡ്രോവലുകളിലൊക്കെ ഞാൻ ഒന്ന് സ്പീഡിലായിരിക്കും കാണിക്കുക കേട്ടോ. ആദ്യം നമുക്ക് സാധാരണ രീതിയിലുള്ള ക്യാഷ് വിഡ്രോവൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പം അതിനായി എൻ്റെ ATM കാർഡ് ഞാൻ മെഷീനിൻ്റെ ഈ ഭാഗമാണ് കാർഡ് റീഡർ ഉള്ളത്. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ ഇൻസർട്ട് ചെയ്യുക. എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാർഡ് മെഷീനിൽ ലോക്ക് ആകും. ഇനി ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കാർഡ് പുറത്തേക്ക് എടുക്കാവൂ. കാർഡ് പ്രസ് ചെയ്തത് തന്നെ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇതുപോലെ സ്ക്രീനിൽ വരുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ രണ്ട് ഓപ്ഷനുകൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതിൽ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാനായിട്ട് ആ ഇംഗ്ലീഷ് എന്നതിൻ്റെ നേരെ സൈഡിലുള്ള ഈ ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത്. അങ്ങനെ ഭാഷ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സ്ക്രീനിൽ ഇതുപോലെ 8 ഓപ്ഷനുകളാണ് വരിക. അപ്പോൾ ഇതിൽ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 4 ഓപ്ഷനുകൾ ഉണ്ടല്ലോ. അതിൽ മുകളിൽ നിന്ന് താഴേക്ക് രണ്ടാമതായി കാണുന്ന വിഡ്രോവൽ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് ഞാനിപ്പോൾ ക്യാഷ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായി വിഡ്രോവൽ എന്നതിൻ്റെ നേരെ സൈഡിലുള്ള ഈ ബട്ടണിൽ, അതായത് ആ 4 ബട്ടണുകളിൽ രണ്ടാമത്തെ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ പ്രകൃതി സുരക്ഷയുടെ ഭാഗമായിട്ട് ഈ മെഷീനിൽ നിന്ന് വിഡ്രോവലിന് റെസിപ്റ്റ് ലഭിക്കില്ല എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ മതി. അങ്ങനെ സമ്മതിക്കാനായിട്ട് ഇവിടെ ഏറ്റവും താഴെ കണ്ടിന്യൂ എന്നൊരു ബട്ടൺ കാണുന്നുണ്ടല്ലോ. അതിൻ്റെ നേരെ സൈഡിലായി കാണുന്ന ഈ ബട്ടണിൽ, അതായത് ആ 4 ബട്ടണുകളിൽ ഏറ്റവും താഴെയുള്ള ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. ഈ CDM ടച്ച് സ്ക്രീനുമാണ്. പക്ഷേ ചില ഓപ്ഷനുകളൊക്കെ ടച്ച് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ബട്ടണിൽ തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായി ബാങ്കിൽ തുടങ്ങുന്ന അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആ 4 ഓപ്ഷനുകളിൽ ഏറ്റവും മുകളിൽ കാണുന്ന സേവിങ്സ് ബാങ്ക് എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി സേവിങ്സ് അല്ലാതെ ഇവിടെ കാണിച്ചിരിക്കുന്ന കറന്റ് അക്കൗണ്ടോ മറ്റ് അക്കൗണ്ടുകളോ നിങ്ങൾ തുടങ്ങിയവരാണെങ്കിൽ അവർ മാത്രം ആ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അല്ലാത്തവരൊക്കെ സേവിങ്സ് ബാങ്ക് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സേവിങ്സ് ബാങ്ക് എന്നതിൻ്റെ നേരെ സൈഡിലുള്ള ഈ ആദ്യത്തെ ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത്. ഞാനതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ ക്യാഷ് എത്ര രൂപയാണ് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര രൂപ വേണോ അത് മെഷീനിൻ്റെ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 20,000 അതിൻ്റെ താഴെയുള്ള സംഖ്യകളോ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ക്യാഷ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 20,000 രൂപ തന്നെ ടൈപ്പ് ചെയ്ത് ക്യാഷ് എടുത്ത് കാണിക്കാം. അപ്പോൾ അതിനായി മെഷീനിൻ്റെ കീപാഡിൽ ഞാൻ 20,000 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ടൈപ്പ് ചെയ്തപ്പോൾ സ്ക്രീനിൽ 20,000 എന്ന് കാണിക്കുന്നുണ്ട്. ഇനി സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് പ്രസ് ഇഫ് കറക്റ്റ്, പ്രസ് ഇഫ് ഇൻകറക്റ്റ് തുടങ്ങിയ 2 ഓപ്ഷനുകൾ കാണുന്നില്ലേ? അപ്പോൾ അതിൽ പ്രസ് ഇഫ് കറക്റ്റ് എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് അതിൻ്റെ നേരെ സൈഡിലായി വരുന്ന 3ാമത്തെ ബട്ടണിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു.
അപ്പോൾ അതിൽ പ്രസ് ചെയ്തപ്പോൾ സ്ക്രീനിൽ എൻ്റെ ATM കാർഡിൻ്റെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മെഷീനിൻ്റെ കീപാഡിൽ എൻ്റെ ATM കാർഡിൻ്റെ 4 അക്ക പിന്ന് ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളൊന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത 20,000 രൂപയെ മെഷീൻ ഇപ്പോൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മെഷീനിൻ്റെ ക്യാഷ് സ്ലോട്ട് ഇതാണ്. ഇതിലൂടെയാണ് ആ ക്യാഷ് നമുക്ക് ലഭിക്കുക. ഇപ്പോൾ ക്യാഷ് സ്ലോട്ടിൻ്റെ ആ ഷട്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ 20,000 രൂപ ഉള്ളിൽ കാണുന്നുണ്ട്. അത് നമ്മൾ ഇതുപോലെ കൈയിട്ട് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ ഈ ക്യാഷ് സ്ലോട്ട് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഇവിടെ ആ കാർഡ് ഇൻസർട്ട് ചെയ്ത ഭാഗത്ത് ബീപ്പ് ബീപ്പ് എന്നൊരു സൗണ്ട് കേൾക്കാം. അതിൻ്റെ അർത്ഥം ആ കാർഡ് നമുക്ക് പുറത്തേക്ക് എടുക്കാമെന്നാണ്. അപ്പോൾ എൻ്റെ ATM കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. അങ്ങനെ ഈ ട്രാൻസാക്ഷൻ പൂർത്തിയായി. ഇനി ഇപ്പം ഞാൻ ചെയ്ത ആ ഒരു വിഡ്രോവൽ തന്നെ മലയാളം ഓപ്ഷനുകളിലൂടെ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായി വീണ്ടും ഞാൻ എൻ്റെ ATM കാർഡ് ഞാൻ മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്യുന്നു. ഭാഷ മലയാളം സെലക്ട് ചെയ്യുന്നതിനായിട്ട് മലയാളം എന്ന ഓപ്ഷൻ്റെ നേരെ സൈഡിലായി കാണുന്ന ഈ രണ്ടാമത്തെ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പം നേരത്തെ പോലെ 8 ഓപ്ഷനുകൾ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഒക്കെ മലയാളത്തിലാണ് ഓപ്ഷനുകൾ കാണുക. ഇപ്പോൾ വന്നിരിക്കുന്ന 8 ഓപ്ഷനുകളിൽ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിൽ നിന്ന് താഴേക്ക് രണ്ടാമതായി കാണുന്ന പണം പിൻവലിക്കുക എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ നേരെ സൈഡിലായി കാണുന്ന ഈ രണ്ടാമത്തെ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അടുത്തതായി വന്നിരിക്കുന്ന സ്ക്രീനിൽ ഏറ്റവും താഴെയുള്ള തുടരുക എന്ന ഓപ്ഷൻ്റെ നേരെ സൈഡിലുള്ള ഈ 4ാമത്തെ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അടുത്തത് അക്കൗണ്ട് ടൈപ്പാണ്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഏറ്റവും മുകളിലുള്ള സേവിങ്സ് അക്കൗണ്ട് എന്നതിൻ്റെ നേരെ സൈഡിലുള്ള 1ാമത്തെ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ കീപാഡിൽ ഒരു 3000 ആണ് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3000 എന്നത് തെറ്റിച്ച് ടൈപ്പ് ചെയ്യാണ് കേട്ടോ. ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്ത ആ സംഖ്യ ഇവിടെ വന്നിട്ടുണ്ട്. 3745 എന്നാണ് വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് വേണ്ടതോ 3000 ആണല്ലോ. അപ്പം നിങ്ങളും ക്യാഷ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇതുപോലെ മെഷീനിൽ കിട്ടാത്ത കറൻസികൾ വരുന്ന നമ്പറുകളൊക്കെയാണ് നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്തായാലും പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ക്യാഷും കിട്ടില്ല, ആ ട്രാൻസാക്ഷൻ തന്നെ ക്യാൻസൽ ആവുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ ട്രാൻസാക്ഷനിൽ തന്നെ ഈ ക്യാഷ് കിട്ടാൻ നമുക്കൊരു മാർഗമുണ്ട്. അതിനായിട്ട് സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലുള്ള 2 ഓപ്ഷനുകളിൽ ഏറ്റവും താഴെ ശരിയല്ലെങ്കിൽ അമർത്തുക എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ തെറ്റായി ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ സംഖ്യ സ്ക്രീനിൽ നിന്ന് മാഞ്ഞു പോകുന്നതാണ്. എന്നിട്ട് വീണ്ടും നമുക്ക് കറക്റ്റായ സംഖ്യ മെഷീനിന്റെ കീപാഡിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. നേരത്തെ ഇംഗ്ലീഷ് ഓപ്ഷനുകളിൽ നമ്മൾ ക്യാഷ് എടുക്കുമ്പോൾ ഇവിടെ പ്രസ് ഇഫ് ഇൻകറക്റ്റ് എന്ന ബട്ടൺ ആയിരുന്നല്ലോ, അത് സെലക്ട് ചെയ്താൽ മതിയാകും. മലയാളത്തിലാവുമ്പോൾ ശരിയല്ലെങ്കിൽ അമർത്തുക എന്നതിന്റെ നേരെ സൈഡിലുള്ള ഈ 4ാമത്തെ ബട്ടണിൽ ഇതുപോലെ പ്രസ് ചെയ്യുക. ഇപ്പൊ കണ്ടില്ലേ, ആ തെറ്റായ സംഖ്യ സ്ക്രീനിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. ഇനി ഞാൻ 3000 എന്ന് കീപാഡിൽ വീണ്ടും ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ ഇനി ഞാൻ ആ ശരിയെങ്കിൽ അമർത്തുക എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിന് നേരെ സൈഡിലുള്ള 3ാമത്തെ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ അടുത്തതായിട്ട് ATM കാർഡിന്റെ പിന്ന് ടൈപ്പ് ചെയ്യാൻ കാണിക്കുന്നു. ഞാൻ കീപാഡിൽ അത് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പം മെഷീൻ ക്യാഷ് കൗണ്ട് ചെയ്ത ശേഷം ക്യാഷ് സ്ലോട്ട് ഓപ്പൺ ആയി ആ ക്യാഷ് ഇവിടെ കാണുന്നു. ഞാനത് എടുക്കുന്നു. അടുത്തതായിട്ട് ATM കാർഡും പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് ക്യാഷ് ടൈപ്പ് ചെയ്തുകൊണ്ട് ക്യാഷ് എടുക്കുന്ന രീതിയാണ്. ഇനി ക്യാഷ് ടൈപ്പ് ചെയ്യാതെ നമുക്ക് ക്യാഷ് എടുക്കാവുന്ന രീതിയുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഫെഡറൽ ബാങ്കിന്റെ ATM ആണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഭാഗങ്ങൾ ഞാൻ ആദ്യം കാണിക്കാം. ഇപ്പം ഇതിന്റെ റൈറ്റ് സൈഡിലായി കാണുന്ന ഈ ഭാഗത്തിലാണ് നമ്മൾ ATM കാർഡ് ഇൻസർട്ട് ചെയ്യേണ്ടത്. അതേപോലെ ഇതിന്റെ കീപാഡ് ആ ഒരു കാർഡ് റീഡറിന്റെ നേരെ താഴെ തന്നെയാണ് ഉള്ളത്. ഇനി ക്യാഷ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഭാഗം ഞാൻ അവസാനം കാണിക്കാം. അപ്പോൾ എൻ്റെ ATM കാർഡ് ഈ ഭാഗത്ത് കൂടെ ഞാൻ ഇൻസർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഭാഷ സെലക്ട് ചെയ്യാൻ കാണിക്കുന്നു. ഞാൻ ആ ഇംഗ്ലീഷ് എന്നതിന്റെ നേരെ സൈഡിലുള്ള 1ാമത്തെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന 8 ഓപ്ഷനുകളിൽ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ ഫാസ്റ്റ് ക്യാഷ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ അതിൻ്റെ താഴെയുള്ള വിഡ്രോവൽ എന്ന ഓപ്ഷനാണല്ലോ സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ ഫാസ്റ്റ് ക്യാഷ് സെലക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ കാണുന്ന സ്ക്രീനിലെ താഴെയുള്ള കണ്ടിന്യൂ എന്നതിൻ്റെ സൈഡിലുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അതിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്രീനിൽ കുറച്ച് സംഖ്യകളുടെ ഓപ്ഷനാണ് ഇതുപോലെ കാണിക്കുക. അപ്പോൾ ഇവിടെ 500 മുതൽ 10,000 രൂപ വരെയുള്ള സംഖ്യകളുണ്ട്. മാത്രമല്ല സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെ എനി അതർ എമൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ 10,000 രൂപയ്ക്ക് മുകളിലൊരു സംഖ്യയാണ് വേണ്ടതെങ്കിൽ നമുക്ക് ആ എനി അതർ എമൗണ്ടിൽ പ്രസ് ചെയ്തുകൊണ്ട് ക്യാഷ് കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന രീതി നമ്മൾ നേരത്തെ കണ്ടുവല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഞാനൊരു 2000 രൂപയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 2000 എന്നതിൻ്റെ നേരെ സൈഡിലുള്ള ഈ 3ാമത്തെ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ അടുത്തതായിട്ട് ATM കാർഡിന്റെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കാണിക്കുന്നു. അപ്പോൾ മെഷീനിന്റെ കീപാഡിൽ ഞാൻ അത് ടൈപ്പ് ചെയ്യുന്നു.
ഇപ്പൊ സ്ക്രീനിൽ കാർഡ് പുറത്തേക്ക് എടുക്കാനും ക്യാഷ് സ്വീകരിക്കാനുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ATM കാർഡ് ആദ്യം പുറത്തേക്ക് എടുക്കുന്നു. അടുത്തതായി ക്യാഷ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ക്യാഷ് മൗത്ത് ഇതാണ് കേട്ടോ. അപ്പൊ ഇതിലൂടെയാണ് ക്യാഷ് പുറത്തേക്ക് വരിക. ഇപ്പൊ ആ ക്യാഷ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്ക് വലിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ആ ട്രാൻസാക്ഷനും പൂർത്തിയായി. അപ്പൊ ഇപ്പൊ ചെയ്ത ആ വിഡ്രോവൽ തന്നെ മലയാള ഓപ്ഷനുകളിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വേഗത്തിൽ കാണിക്കാം. അപ്പൊ മലയാളത്തിൽ ഫാസ്റ്റ് ക്യാഷ് എടുക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത CDMൽ തന്നെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വീണ്ടും ഞാൻ കാർഡ് മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്തു. ഭാഷ രണ്ടാമത്തെ ഓപ്ഷനായ മലയാളം എന്നതിന്റെ സൈഡിലുള്ള ബട്ടണിൽ പ്രസ് ചെയ്തു. വന്നിരിക്കുന്ന 8 ഓപ്ഷനുകൾ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലുള്ള ഫാസ്റ്റ് ക്യാഷ് എന്നതിന്റെ സൈഡിലുള്ള ബട്ടണിൽ പ്രസ് ചെയ്തു. അടുത്ത സ്ക്രീനിൽ ഏറ്റവും താഴെയുള്ള തുടരുക എന്ന ഓപ്ഷന് സൈഡിലുള്ള ബട്ടണിൽ പ്രസ് ചെയ്തു. ഇപ്പൊ സംഖ്യകളുടെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും 2000 തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ ആ 2000 എന്നതിന്റെ സൈഡിലുള്ള ബട്ടണിൽ പ്രസ് ചെയ്തു. അടുത്തതായിട്ട് ATM കാർഡിന്റെ പിന്നാണ്. അത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ ആ ക്യാഷ് ഇവിടെ വന്നിട്ടുണ്ട്. അത് ഞാൻ സ്വീകരിക്കുന്നു. ഇനി എൻ്റെ ATM കാർഡും പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ ഈ രീതികളിലൊക്കെ ഫെഡറൽ ബാങ്കിന്റെ ATMൽ നിന്നും CDMൽ നിന്നും നമുക്ക് ക്യാഷ് എടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.